ഓശാന ഞായർ. ആ ദിവസം അവർ എന്നെ രാജാവായി സ്വീകരിച്ചു. അവരുടെ കൈകളിൽ താളമേളങ്ങളായിരുന്നു, അധരങ്ങളിൽ സ്തുതിഗീതങ്ങളായിരുന്നു. ഓശാന എന്നവർ ആർപ്പു വിളിച്ചു. പക്ഷെ നിനക്കറിയാമോ, അവരുടെ ഹൃദയം മാറാൻ അധിക സമയമെടുത്തില്ല. ആ ദിവസമാണ് എല്ലാം മാറിയത്. എന്റെ സ്വന്തം ശിഷ്യരിൽ ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കാൻ തീരുമാനിച്ചു. ആ പെസഹാ ദിനത്തിൽ ഒരു ചുംബനത്തിലൂടെ അവൻ എന്നെ അവർക്ക് വിറ്റു. ഞാൻ പിടിക്കപ്പെട്ടു. അവർ എന്നെ വിധിച്ചു. അവർ എന്നെ അടിച്ചു. മുൾമുടി എന്റെ തലയിൽ വെച്ചു. രാജാവ് എന്ന് പരിഹസിച്ചു. ഭാരമേറിയ കുരിശ്, അത് ഞാൻ ചുമന്നു. ആ കുരിശിൽ അവരെന്നെ തറച്ചു അത്തം. ഞാൻ പറഞ്ഞു, പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ. എന്റെ അവസാന ശ്വാസം. അവർ കരുതിയത് ഇത് അവസാനമാണെന്ന്, എല്ലാം അവസാനിച്ചു എന്ന നാം. പക്ഷേ ഇത് തുടക്കമായിരുന്നു. അവർ എന്നെ കല്ലറയിൽ വെച്ചതേ. 3-ാം ദിവസം പ്രകാശം ഇരുട്ടിനെ തകർത്തു. മരണം തോറ്റു. ഞാൻ ഉയിർത്തെഴുന്നേറ്റു. ഓശാനയിൽ തുടങ്ങി കുരിശിലൂടെ കടന്ന് ശൂന്യക്കല്ലറയിൽ അവസാനിച്ചില്ല. അതിന്നും തുടരുന്നു. ഈ സന്ദേശം നിന്നെ സ്പർശിച്ചെങ്കിൽ ഇത് നിന്റെ പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കൂ. ദൈവമേ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു എന്ന് കമന്റ് ചെയ്യൂ.